ശരിക്കും പെട്ടു കേട്ടോ. ഡീസലല്ല, ജയ്പൂര്. ഇപ്പം എവിടെയാണ്? ജയ്പൂരിൽ നിന്ന് ഇപ്പം ടോങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. 9 പമ്പിൽ കയറി. 9 പമ്പിലും ഡീസലില്ല. ഈ താഴെയായിട്ട് മണിക്കൂറുകളായി. ഇനി നമുക്ക് 2362 കിലോമീറ്റർ കൂടെ ഉള്ളൂ. കിലോമീറ്റർ കൂടെ ഉള്ളൂ എന്നല്ല, 1 ഡേ 19 അവർ കാണിക്കും. ഇത്രയും വിളിച്ചിട്ട് ഓടി. അടുത്തൊരു പമ്പൂടെ കാണുന്നുണ്ട്. ഇതുകൂടെ കിട്ടിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ആയിരിക്കും ഓടത്തില്ല. 100%. ഇവിടെ എന്താ സംഭവിച്ചത്? ഒറ്റ രാത്രി കണ്ടു. ഭയ്യാ ഡീസൽ പെട്ട് കേട്ടോ. എന്തോ അവിടെ ഇതിലെല്ലാം ഡീസൽ തരാത്തതെന്താ? ഡീസൽ സപ്ലൈ എല്ലാം രാജ്യത്ത് നിന്നുണ്ട്. ഇത് അടുത്ത പമ്പ് കാണുന്നുണ്ട്. ഇവിടെയും കൂടെ നമുക്ക് പെട്രോൾ കിട്ടിയില്ല. ഡീസൽ കിട്ടിയില്ലെങ്കിൽ സൈഡ് ഒതുക്കുക, കിടന്നുറങ്ങുക. അത് നടക്കത്തുള്ളൂ. ഇനി ഓടിക്കഴിഞ്ഞാൽ വണ്ടി പണി പോകും. ഭയ്യാ ഡീസൽ नहीं कब मिलेगा? नहीं, अभी हम लोग का भी ये 15 का पंप है. 15 नंबर का पंप है ये वाला. 3 കിലോമീറ്റർ 1000 രൂപയ്ക്ക് കിട്ടിയേക്കുന്ന ഫുൾ ടാങ്ക് പറയുന്നത്. ട്രെയിനിൽ നമുക്ക് ഫുൾ ടാങ്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് ഓടാൻ പറ്റും. പെട്രോളൊക്കെ ഫുൾ ടാങ്ക് കിട്ടിയ സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് അടുത്ത പണി പാഴ്സൽ വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ടയറങ്ങ് പഞ്ചറായി കഴിഞ്ഞപ്പോൾ നമ്മളൊരു സത്യം മനസ്സിലാക്കി. നമ്മുടെ വണ്ടിക്കകത്ത് ജാക്കിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വേണ്ട നമ്മുടെ വഴിയെ കണ്ട ഒരു ചേട്ടനെ കൈ കാണിച്ച് നിർത്തി. ആ ഒരു ചേട്ടൻ്റെ ആൾട്ടോ കാറാണ്. അതിൻ്റെ ജാക്കി വെച്ച് നമ്മുടെ വണ്ടി ഹൈറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. പക്ഷേങ്കിൽ ജാക്കിയുടെ മാക്സിമം ഹൈറ്റ് ആക്കിയിട്ടും വണ്ടി അങ്ങോട്ട് പോകുന്നില്ല. ലാസ്റ്റിൽ 2 കല്ലൂടെ, ജാക്കിയുടെ അടി 2 കല്ലൂടെ വെച്ചിട്ടാണ് ഹൈറ്റ് ആക്കിയത്. ഒരു വിധത്തിൽ അങ്ങനെ സെറ്റ് ചെയ്ത് ഇട്ടു. എന്നിട്ട് ആ ചേട്ടന് നമ്മൾ ചെറിയ പേയ്മെൻറ്റ് കൊടുത്തിട്ട് പുള്ളി അത് മേടിച്ചില്ല. നല്ലൊരു മനുഷ്യൻ. ഇപ്പം നമ്മൾ സ്റ്റെപ്പിന് കയറ്റിയിട്ടുണ്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ എവിടെയെങ്കിലും കയറ്റി അത് ഒറിജിനൽ ടയർ തന്നെ കയറ്റിയിടണം. സ്റ്റെപ്പിന് വെച്ച് നമുക്ക് അധികം ഓടാനും പറ്റത്തില്ല.